നമസ്കാരം. സൂസിക്കും സംഘത്തിനും ഒരു കാര്യം മനസ്സിലായി. ഇനി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ പുട്ടടി അങ്ങനെ നല്ല രീതിയിൽ നടക്കില്ല എന്നോ, ആശമാർക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് ഇനി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഹസന നാടകവുമായി മുന്നോട്ട് പോയാൽ പഴയതുപോലെ പുട്ടടി നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ പുതിയൊരു തന്ത്രവുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. രാപ്പകൽ സമരയാത്ര എന്നാണ് പുതിയ നാടകത്തിന്റെ പേര്. ആ നാടകത്തിലേക്ക് വേണ്ടി ആ നാടകം ഈ വലിയ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ മുഴുവൻ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി കുറച്ച് ഫണ്ട് വേണം. അപ്പോ പുതിയ ആ തട്ടിപ്പ് ആ ഫണ്ട് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിന് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ആശാ സമര ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുക. ആശാ സമരം നയിക്കുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ അഭ്യർത്ഥന കൂടാതെ തന്നെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ നിരവധികളായ സാധാരണ മനുഷ്യർ നൽകിയ നിർലോഭമായ സഹായം കൊണ്ട് മാത്രമാണ് നിർധനരായ ആശമാരുടെ സമരം ഇന്നത്തെ ഘട്ടത്തിലേക്ക് വളർന്നത്. പൊരുതുന്ന ആശമാരുടെ പേരിൽ അവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. രാപ്പകൽ സമരയാത്ര ഉൾപ്പെടെ നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടത്തിന്റെ ചരിത്ര ദൗത്യം ഏറ്റെടുക്കാൻ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ തയ്യാറെടുക്കുകയാണ്. കീഴടങ്ങാൻ തയ്യാറല്ല. ആശാ സമരത്തെ നിലനിർത്താൻ, ശക്തിപ്പെടുത്താൻ സമര ഫണ്ടിലേക്ക് സംഭാവന നൽകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞ നമ്പർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പൈസ ഇടാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സത്യത്തില് ഇവര് എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഇങ്ങനെ സംഭാവന മേടിച്ചിട്ട് ആ ഡൽഹിയിലൊക്കെ പോയിട്ട് സമരം ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഞങ്ങളും കുറച്ച് പൈസ തന്നാണ്. കാരണം അത് യഥാർത്ഥത്തിലുള്ള ആശമാർക്ക് വേണ്ടിയുള്ള സമരം എന്ന് നമുക്ക് പറയാമായിരുന്നു. ഇൻസെന്റീവ് കൊടുക്കാത്ത, തരാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ വാരിക്കോരി ഓണറേറിയം നൽകുന്ന സർക്കാരിനെതിരെ ഒരു പ്രഹസന യാത്ര നടത്തുകയാണ് നമ്മുടെ സൂസിയും സംഘവും. സൂസിയും സംഘവും ഈ ഇത്തരം പൈസ മേടിച്ചിട്ട് ഡൽഹി പോയിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു 2 സമരം നടത്താൻ ധൈര്യപ്പെടുമോ എന്ന് ചോദിച്ചു പോവുകയാണ്. എന്തിന്? കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് പോലും ഒരക്ഷരം കടിപ്പിച്ച് പറയാൻ കഴിയാത്ത ഇവരൊക്കെ ഡൽഹിയിൽ പോയിട്ട് സമരം ചെയ്യും എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ചിരി വരുമെന്നുള്ളത് ഒരു വസ്തുതയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ അവിടെ നടത്തിക്കൊണ്ടുവരുന്ന സമരത്തിൽ എന്താണ് നമുക്ക് കാണാൻ സാധിച്ചത്? എന്തെങ്കിലും ഒരു പിന്തുണ ആശമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ? ഇല്ല. കുറെ സൂസിയുടെ കുറെ ശിങ്കടികളും അതുപോലെ തന്നെ പല രീതിയിലുള്ള പല ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനെതിരെ കടന്നാക്രമിക്കുന്ന കുറെ ഇടത് വിരുദ്ധരെ അവിടെ കൊണ്ടുവന്നിരുത്തി, ഈ നമ്മുടെ ഇവിടുത്തെ പൊതുശല്യമായിട്ടുള്ള കണ്ട മാരാരിനെയും സംഘത്തിനെയൊക്കെ അവിടെ കൊണ്ടുവന്നിരുത്തി മൈക്കും കൊടുത്ത് ഈ സർക്കാരിനെതിരെ ചീത്ത പറയിപ്പിക്കലല്ലായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. എന്നിട്ട് ഈ പരിപാടിയിൽ പ്രസംഗിക്കാൻ വരുന്ന ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് കൊടുക്കും. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താണ് രസം? അത് ഫേസ്ബുക്കിലേക്ക് അങ്ങ് പോസ്റ്റ് ചെയ്യും. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പിന്തുണ പൊതുജനത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ സമരത്തിന് കിട്ടിയിരുന്നോ? ഇല്ല. എങ്ങനെ കിട്ടാനാണ്? എന്തുകൊണ്ടാണ് അത് കിട്ടാത്തത്? രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആശമാർക്ക് അതായത് ഓണറേറിയം കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം അത് കേരളമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കേന്ദ്ര സർക്കാരിന്റെ സ്കീമിലുള്ള ആളുകളായിരുന്നിട്ട് പോലും ആശമാരെ എത്ര കരുതലോട് കൂടിയാണ് നമ്മുടെ സർക്കാർ നോക്കിയത്. അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊക്കെ നമ്മുടെ സർക്കാർ നടത്തിയിട്ടുള്ള പല രീതിയിലുള്ള നീക്കങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലെ? UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ ആശമാർക്ക് പൈസ പോലും കൊടുക്കലുണ്ടായിരുന്നില്ല. ആ സമയത്ത് CITU സമരം നടത്തിയാണ് അവർക്ക് കിട്ടാനുള്ള പൈസയൊക്കെ മേടിച്ചു കൊടുത്തത്. അന്ന് എവിടെയായിരുന്നു ഈ സൂസിയും സംഘവും ഒക്കെ? അന്ന് എവിടെയും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ INTUC പോലും പറയുന്നു ഈ സമരം ഇത് പ്രഹസന സമരമാണെന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിനെതിരെയാണ് നിങ്ങൾ സമരം ചെയ്യേണ്ടതെന്ന് INTUC പറയുന്നു. INTUC പറയുമ്പോൾ പിന്നെ നമ്മൾ അധികം പറയേണ്ട കാര്യമില്ല. CITU അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലാണ് ഇവിടെ പ്രശ്നമുള്ളൂ. അപ്പോ ഇവിടെ കോൺഗ്രസും BJPയും ജമാഅത്ത് ഇസ്ലാമിയും STP ഒക്കെ പിന്തുണ കൊടുക്കുകയാണ് ഈ സമരത്തിന്. എന്തിനു വേണ്ടിയാണ്? വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലുമൊക്കെ ഇവർക്ക് നേട്ടം കൊയ്യാൻ വേണ്ടിയാണ്. സൂസിയും സംഘവും സത്യത്തിൽ നന്നായിട്ട് നല്ല രീതിയിൽ ഇത് വെച്ചിട്ട് നല്ല പൈസ ഉണ്ടാക്കുന്നതായിട്ട് യാതൊരു തർക്കവുമില്ല. നോക്കൂ, ഈ ഒരു യാത്ര നടത്താൻ തന്നെ പെട്രോൾ അടിക്കണം, അതുപോലെ തന്നെ ഇവരെ പുട്ടടി നടക്കണം, നല്ല പൈസ വേണ്ടി വരും. എവിടെ നിന്നാണ് ഇവർക്ക് ഈ പൈസ കിട്ടുന്നത്? ആരാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത്? സത്യത്തിൽ സൂസിക്കൊപ്പം ഇറങ്ങിത്തിരിച്ച പല ആളുകളും തുടക്ക സമയത്ത് തന്നെ വിട്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലേ? ആദ്യം അവരൊക്കെ വിചാരിച്ചു ഞങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കാനും ഈ പറയുന്ന പോലെ ഞങ്ങളുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടിയാണ് ഇവർ സമരം ചെയ്യുന്നതെന്ന് ആദ്യം അവർ വിചാരിച്ചു. അവരെ തെറ്റിദ്ധരിപ്പിച്ചു. പൈസ തരാനുള്ളത് കേരളമാണ്, അത് കേന്ദ്രമല്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യമൊക്കെ തുടക്കമുണ്ടായി. പിന്നീട് അവർക്കും വസ്തുത മനസ്സിലായി. അതായത് നല്ല രീതിയിൽ തന്നെ അവർക്ക് ആശമാർക്ക് നല്ല വേതനം കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവരങ്ങ് പിൻവലിഞ്ഞു. പക്ഷേ സൂസി സംഘം അവിടെ തന്നെ കിടന്നു. എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനമായിരുന്നു! മുടിവെട്ടുന്നു, ക്യാമറമാന്മാരെ വിളിക്കുന്നു, മാധ്യമങ്ങളെ വിളിക്കുന്നു, അങ്ങനെ വല്ലാത്ത രീതിയിലുള്ള പല നാടകങ്ങളും നമ്മൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കണ്ടു. എത്ര ചർച്ചകൾ നടത്തി. ഒരു ചർച്ചയും ഈ പറയുന്നത് പോലെ അതിന്റെ പൂർണ്ണതയിലെത്താൻ, സമവായത്തിലെത്താൻ സൂസിയും സംഘവും സമ്മതിക്കില്ല. അവസാനം 24 ചാനലിലെ ശ്രീകണ്ഠൻ നായർ ഒരു പരിപാടി നടത്തിയിട്ട് ആ പരിപാടിയിൽ ഈ
മിനിനെയും സംഘത്തിനെയും SUCR നേതാക്കളെ വിളിച്ചിട്ട് അവർക്ക് ഒരു അവാർഡ് ക്യാഷ് തുക കൊടുക്കുന്ന കാഴ്ചയുണ്ട്. ആദ്യമായിട്ടാണ് സമരം നടത്തുന്ന സമര നായികമാരെ വിളിച്ച് ക്യാഷ് അവാർഡ് ഒരു ചാനൽ കൊടുക്കുന്നത് കാണുന്നത്. എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഈ സമരം നിൽക്കരുത്, ഈ സമരം ഇങ്ങനെ നിലനിന്നുകൊണ്ട് പോകണം എന്ന് പ്രതിപക്ഷം മാത്രമല്ല ഇത്തരത്തിലുള്ള ചില മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരെ കഞ്ഞുകൂടിയാണ്. ആ കഞ്ഞുകൂടി നടക്കാൻ വേണ്ടി ഇവരെ എല്ലാവരെയും ഈ പറയുന്ന പോലെ ചേർത്ത് നിർത്തുന്നു. അവരുടെയും കഞ്ഞുകൂടി നടക്കുന്നു, ഇവരുടെയും കഞ്ഞുകൂടി നടക്കുന്നു. അതാണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ആശാവർക്കന്മാരുടെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുജറാത്തില് എന്താണ് നമ്മൾ കണ്ടത്? അവിടെ സമരം നടന്നു കേട്ടോ. അവിടെ എന്താണ് BJP സർക്കാർ സ്വീകരിച്ച നിലപാട്? 2000-ഓളം വരുന്ന സമരം ചെയ്ത ആശാവർക്കന്മാരെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി. അത് കേരളത്തില് ആ തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം കണ്ടോ? ഇല്ല. ഇവിടെ പ്രതിഷേധിക്കാം, പല രീതിയിലുള്ള സമര മുറകൾ അവർക്ക് പയറ്റാം. അത് നീതിക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ, നേരിന് വേണ്ടിയുള്ളതാണെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും. ആ വിഷയത്തിൽ ഒരു നീതി ഉറപ്പാക്കുക തന്നെ ചെയ്യും നമ്മുടെ സർക്കാർ. അല്ലാതെ അവരെ പിരിച്ചുവിടുകയൊന്നും ചെയ്യില്ല. അത് നന്നായിട്ട് നമ്മുടെ ഇവിടുത്തെ ആശാവർക്കന്മാർക്ക് പറയാം, സൂസിക്ക് പറയാം. അതുകൊണ്ടാണ് സൂസി ഇങ്ങനെ നിൽക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് JP നദ്ദ ഇതിനിടയിൽ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. എത്ര വർഷമായിട്ട് പറയുകയാണ് ഈ കേന്ദ്ര ആരോഗ്യമന്ത്രി ഈ പറയുന്നത് പോലെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന്. എന്നിട്ടൊരു ഉത്തരവിറക്കിയോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് ഉത്തരവിറക്കുന്നില്ല എന്ന് അവിടെ ഇരിക്കുന്ന ഒറ്റ സൂസിയുടെ നേതാക്കൾക്കും അല്ലെങ്കിൽ അവിടെ ആശാവർക്കന്മാർ എന്ന പേരിൽ വന്നിരിക്കുന്ന ആർക്കെങ്കിലും ചോദിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. സുരേഷ് ഗോപി വരുന്നു, അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുന്നു. പൈസ തരാനുള്ള ആളുകളുടെ പ്രതിനിധിയെ, അതായത് ഒരു കേന്ദ്രമന്ത്രിയെ മാലയിട്ട് സ്വീകരിച്ച് അവിടെ ഇരുത്തുകയാണ്, സെൽഫി എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ വീണ ജോർജിനെതിരെ ഇങ്ങനെ ചെയ്തു കൊടുച്ചുകൊണ്ടിരിക്കുകയാണ്. നാണമാകില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. ഉത്സവബത്ത അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള സഹായങ്ങളാണ് ഈ സർക്കാർ ആശാവർക്കന്മാർക്ക് ചെയ്തു കൊടുത്തത്? മാത്രമല്ല, ആശാവർക്കന്മാർക്ക് നല്ല രീതിയിലുള്ള ഒരു തൊഴിലിടം ഇവിടെ സമ്മാനിച്ചത് നമ്മുടെ കേരളമല്ലേ? അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. ഇവിടെ ഒരു 14,500-ലധികം വരെ രൂപ മേടിക്കുന്ന ആശാവർക്കന്മാർ നമുക്കിടയിലുണ്ട്. എന്നാൽ മറ്റുള്ള സംസ്ഥാനത്തിലെ അവസ്ഥ എന്താണ്? ഇപ്പൊ ഈ വന്ന് VD സതീശൻ സംഘമൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഇവരെ കർണാടകയിൽ എത്ര രൂപയാണെന്ന് കൊടുക്കുന്നത്? ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എത്ര രൂപയാണെന്ന് കൊടുക്കുന്നത്? BJP ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും ആശാവർക്കന്മാർക്ക് ഇത്തരത്തിലുള്ള വേതനമാണ് കൊടുക്കുന്നത്. ഒരു വേതനവും കൊടുക്കുന്നില്ല. എല്ലാം പൊളിഞ്ഞു പാളിയപ്പോ ഇനി പുതിയ നമ്പറുമായിട്ട് ഇറങ്ങി. എന്തായിരുന്നു? പ്രകടന പത്രികയിൽ LDF-ന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് വേതനം വർദ്ധിപ്പിക്കുമെന്ന് ആശാവർക്കന്മാരുടെ എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നു. എവിടെയാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ച് സർക്കാർ രംഗത്തേക്ക് വന്നപ്പോ മിണങ്ങസ്യ, എല്ലാം വിഴുങ്ങി, പിന്നെ സംസാരമൊന്നുമില്ല. ഇവരെ സത്യത്തിൽ തൊഴിലാളികളായിട്ട് പോലും കേന്ദ്രം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവരെ തൊഴിലാളികളായിട്ട് കാണണമെന്നും അങ്ങനെ കണ്ടാൽ മാത്രമാണ് ഇവർക്ക് വേതനം ഉറപ്പാക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ സർക്കാർ കേന്ദ്രത്തിനോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ അവരെ തൊഴിലാളികളായിട്ട് മാറ്റണം, അല്ലെ അവരെ തൊഴിലാളികളായിട്ട് കാണണമെന്ന ഒരു ആവശ്യം പോലും അവിടെ സമരം ചെയ്യുന്ന സൂസികൾ മുന്നോട്ട് വെക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അങ്ങനെ നിരവധി സംഭവ വികാസങ്ങൾ നമുക്ക് ഈ സമരവുമായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു രാഷ്ട്രീയ നാടകമാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ഓരോ ദിവസവും ഓരോ ആളുകൾ, അതായത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ പല ആളുകളും വരുന്നു, സംസാരിക്കുന്നു, വരുന്നവരും പോകുന്നവരും ഒക്കെ ഈ പറയുന്ന പോലെ സർക്കാരിനെതിരെ സംസാരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മൈക്ക് കൊടുക്കുള്ളൂ, അല്ലാത്ത ആളുകൾക്കൊന്നും ഒരു മൈക്ക് കൊടുക്കില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ഒരു ആശാവർക്കന്മാരെ നിങ്ങൾ കാണുകയാണെങ്കിൽ, നിങ്ങളുടെ നാട്ടിലേക്ക് ആശാവർക്കന്മാരുണ്ടല്ലോ, ഒന്ന് ചോദിച്ചു നോക്കും, നിങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന്. അവർ തീർച്ചയായിട്ടും പറയും ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന്. എത്രയോ ആശാവർക്കന്മാരെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. നമ്മൾ ഈ വാർത്ത ചെയ്യുമ്പോൾ നിരവധി ആശാവർക്കന്മാർ നമ്മളെ വിളിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് വിളിച്ചിട്ട് പറയാറുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ നിങ്ങൾ പറഞ്ഞ സത്യമാണ്, വേറൊന്നും കൊണ്ടല്ല, ഞങ്ങളൊന്നും ഇതിനെ പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങൾക്ക് നല്ല രീതിയിൽ വേതനം കിട്ടുന്നുണ്ട്. അവരവിടെ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടൽ മുഴുവൻ ഒരു രാഷ്ട്രീയ നാടകമാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് ഒരു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സംശയത്തോടെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ആശാവർക്കന്മാരോട് ചോദിക്കാം. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല രീതിയിൽ പോകുന്ന ഒരു സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് പല സതീശന്മാരെയും പല രാജ്യവന്മാരെയൊക്കെ ആ സീറ്റിൽ കൊണ്ടുപോയിരുത്താനും ഈ നാട് അവർക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടിയൊക്കെ സൂസി സംഘം നടത്തുന്ന നാടകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് അങ്ങനെ പുതിയ സമര നാടകം ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ യഥാർത്ഥ ആശമാരുടെ മുമ്പിൽ പോയി പെടാതെ നോക്കിക്കോ സൂസികളെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.